ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: 10 സെന്റിമീറ്റർ വ്യാസമുള്ള കരഗോളത്തിൽ നിന്നും 2 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും? അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ രണ്ടും എന്ത് തന്നെയാണ്? ഗോളാകൃതിയാണ് അല്ലേ? കരഗോളം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതെന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? പന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിന്റെ ആകൃതി എന്ത് തന്നെയാണ്? ഗോളം തന്നെയാണ്. ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്ന കാര്യം എത്രയാണ്? 4/3 πr³ ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഗോളത്തിന്റെ അല്ലെങ്കിൽ സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്ന കാര്യം എത്രയാണ്? 4/3 πr³ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. രണ്ടും ഗോളമായത് കൊണ്ട് തന്നെ രണ്ടിന്റെയും റേഡിയസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ കരഗോളത്തിന്റെ വ്യാസമാണ് തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി രണ്ടാമത് നമ്മൾ നിർമ്മിക്കുന്ന പന്തുകളുടെ വ്യാസം എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് വ്യാസം എന്ന് പറയുന്ന കാര്യം തന്നു കഴിഞ്ഞാൽ ആരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ പകുതി എടുത്താൽ മതി. ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യനിൽ രണ്ടും ഗോളമായത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വലുതിന്റെ റേഡിയസിന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ ചെറുതിന്റെ റേഡിയസിന്റെ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കിട്ടും. അതായത് 5 × 5 × 5 ഡിവൈഡഡ് ബൈ 1 × 1 × 1. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാ? 125. അതായത് നമുക്ക് 125 പന്തുകൾ നിർമ്മിക്കാനായിട്ട് കഴിയും. ഓക്കെ.